നമസ്കാരം. കൊല്ലം ജില്ലയിലെ കടക്കലിൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടി പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച അലോഷി ആദം എന്ന് പറയുന്ന ഗായകന് എതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ്. DGPക്ക് അടക്കം പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏതാനും മണിക്കൂർ മുമ്പ് പുറത്തു വന്നത്. സത്യം പറഞ്ഞാൽ അലോഷി ആദം അതിനകത്ത് ഒരു ഭാഗഭാക്കാണോ എന്ന് നമുക്കറിയില്ല. കാരണം ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അവിടുത്തെ കമ്മി സഖാക്കളായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അതുപോലെയുള്ള കുറെ ആളുകളും ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിക്കിടെ അവരുടെ ആവശ്യപ്രകാരം, റിക്വസ്റ്റ് പ്രകാരം പാടിയതാണ് എന്നാണ് അലോഷി ആദം അല്പസമയം മുൻപ് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി. എന്തൊക്കെ വന്നാലും ക്ഷേത്രത്തിൽ ജനങ്ങൾ വരുന്നത് വിപ്ലവഗാനം കേൾക്കാനല്ല, ദൈവമില്ല എന്നുള്ള സ്തുതി ഗീതങ്ങൾ കേൾക്കാനല്ല, ഇവരുടെ സ്തുതി പാട്ടുകൾ കേൾക്കാനല്ല. ദൈവവിശ്വാസം ദൂരെ പോകട്ടെ, ക്ഷേത്രത്തിൽ വിളക്ക് തെളിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ എത്ര പപ്പടം കാച്ചാം എന്ന് ചോദിച്ച ആളുകൾ ഒക്കെ തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. വടക്കേ മലബാറിലെ പല ക്ഷേത്രങ്ങളും CPM കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന് അവിടുത്തെ ഭക്തജനങ്ങൾ പരാതിയായി പല വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ക്ഷേത്രത്തിൽ വരുമാനം വരുമ്പോൾ അതിൽ നിന്ന് തട്ടിക്കുകയും വെട്ടിക്കുകയും പുട്ടടിക്കുകയും ചെയ്യാം. ക്ഷേത്ര ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടപെട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്താം. പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച പല തോന്നിയാസങ്ങളും ക്ഷേത്രത്തിന് നിരക്കാത്ത, ക്ഷേത്രാചാരങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതുപോലെ അലോഷി ആദമിനെയോ മറ്റ് വിപ്ലവ ഗായകരെയോ ഒക്കെ വിളിച്ച് പുഷ്പനെ അറിയാമോ, അതുപോലെ 100 പൂക്കളെ എന്ന പാട്ടൊക്കെ പാടിക്കാം. അതായത് അവരുടെ എന്ത് തോന്നിയാസവും നടക്കും. അത് തന്നെയാണ് കടക്കലിലും സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമാണ്. അവിടുത്തെ ഭക്തജനങ്ങൾ പലപ്പോഴും ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലാക്കാതെയാണ് അവിടെ ഉത്സവ ഭാരവാഹികളൊക്കെ തന്നെ ഈ പുഷ്പനെ അറിയാമോ പാട്ടും 100 പൂക്കളെയും ഒക്കെ അലോഷി ആദമിനെ കൊണ്ട് പാടിച്ചത്. അലോഷി ആദം നല്ല കലാകാരനാണ്, നല്ല ഗായകനാണ്. വിപ്ലവ ഗാനങ്ങളൊക്കെ വളരെ ഭംഗിയായി ആലപിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്ക് വ്യക്തിവിരോധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ പ്രതിയാക്കിയാണ്, 1ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്, കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ട് വളരെ കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നത് വിപ്ലവഗാനം കേൾക്കാനല്ല, ഉത്സവം കാണാനും അതുപോലെ തന്നെ അവിടുത്തെ ആരാധനാക്രമം അനുസരിച്ച് അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയാണ്. അല്ലാതെ CPMന്റെ ദൈവമില്ലാത്ത വിപ്ലവഗാനങ്ങൾ പാടുന്ന, CPMന്റെ ദൈവമില്ല എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന, മറ്റ് സ്തുതിഗീതങ്ങൾ പാടുന്ന ഒരുത്തൻ വയ്യാതെ കിടക്കുമ്പോൾ അവനെയും ചുമന്നെടുത്തുകൊണ്ട് വോട്ട് പിടിക്കാൻ നടക്കുന്ന, പുഷ്പന്റെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ, പാട്ടും പാടി വോട്ട് പിടിക്കാൻ നടക്കുന്ന, തിരുവാതിര കളിക്കുന്ന, മേലാതെ തളർന്നു കിടക്കുന്നവന്റെ ചുറ്റും തിരുവാതിര കൊച്ചുകുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്ന ഈ പാർട്ടി നയവും മറ്റു കാര്യങ്ങളും ഒന്നും കാണാനല്ല ഭക്തജനങ്ങൾ വരുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. ഈ വിഷയത്തിൽ പോലീസ് എന്ത് അന്വേഷണം നടത്തും, എന്ത് നടപടിയെടുക്കും എന്നും നമുക്കറിയില്ല. കാരണം CPMന്റെ പോലീസാണ്. കൊല്ലം ജില്ല വളരെയധികം CPMന് സ്വാധീനമുള്ള ജില്ലയാണ്, കടക്കൽ പ്രത്യേകിച്ചും. അപ്പം ഇതിനകത്ത് വലിയ അന്വേഷണമൊന്നും നടക്കില്ലായിരിക്കാം. അലോഷിക്ക് ജാമ്യം കിട്ടിയേക്കാം, അല്ലെങ്കിൽ ജാമ്യം ഇല്ലാ വകുപ്പ് പ്രകാരമൊന്നുമല്ല കേസെടുക്കുക. കേസെടുത്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കേസെടുക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. ഈ അലോഷി ആദമിനോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിൽ പരിപാടിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മതവിശ്വാസിയായിരിക്കാം. നിങ്ങൾ നല്ല ഗായകനാണ്, ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങൾ നന്നായി പാടുന്നു, ജനങ്ങളുമായി ഒത്തുചേർന്ന് പാടുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, സുഖമുണ്ട്. പക്ഷേ ക്ഷേത്രാചാരങ്ങളിൽ, ക്ഷേത്രമുറ്റത്ത് ഇത്തരം പരിപാടികൾക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം കരുതൽ വേണം. നിങ്ങളുടെ പാർട്ടിക്ക്, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക്, നിങ്ങളുടെ പാർട്ടി ഗുണ്ടകൾക്ക് കരുതലൊന്നും ഇല്ലായിരിക്കാം. ഒരു വേള ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്നൊരു ചിന്ത കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. ഒരു 100-500 പേർ ചേർന്ന് നിങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഇളകി വരികയാണെങ്കിൽ, ഇവിടുത്തെ ഭക്തജനസഞ്ചയം, ഇവിടുത്തെ ക്ഷേത്ര വിശ്വാസികളൊന്നും അത്തരക്കാരല്ലാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം. അത്തരത്തിൽ അഹിംസയും മറ്റു കാര്യങ്ങളും ഒന്നും പാലിക്കുന്നില്ല എങ്കിൽ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാക്കാതെ സഹിഷ്ണുതയോടെ വിഷയങ്ങളെ സമീപിക്കുന്ന രീതി ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക്, അല്ലെങ്കിൽ കടക്കലിലെ ഭക്തജനങ്ങൾക്ക് ഉണ്ടായത് നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രം അലോഷി ആദം ചിന്തിച്ചാൽ മതി. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുക. ഞാനൊന്നും അറിയാതെയാണ് പാടിയത് എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു. എന്നാൽ പോലും നിങ്ങളുടെ സഖാക്കൾ ഓരോന്ന് വിളിച്ചു പറയും. അതൊക്കെ കേട്ട് നിങ്ങൾ അതിന്റെ പുറകെ ഓടുകയാണെങ്കിൽ, വിപ്ലവഗാനം പാടുകയാണെങ്കിൽ, അത് ക്ഷേത്രമുറ്റത്താണെങ്കിൽ, ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അത് മറ്റ് തിരിച്ചടികളിലേക്ക് കൂടെ കടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, ഇനിയും ഇല്ലാതെ ഇല്ല. എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com
അയൺ ബിൽഡ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.